ഹലോ, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നല്ലൊരു ഡേ ആവട്ടെ കേട്ടോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, പാവം നമ്മുടെ നന്ദു രണ്ടും കെട്ട ഒരു ഗതികേടിലായിപ്പോയി. കാര്യം CI പറയുന്ന ഓർഡർ അനുസരിക്കാണ്ടിരിക്കാൻ SIക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ അനിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. അവിടെയാണെങ്കിലോ നമ്മുടെ ജലജ ഇതെല്ലാം അറിഞ്ഞല്ലോ. അബിയും ജലജയും വേണ്ടുന്ന എല്ലാ ഹെൽപ്പും നമ്മുടെ വേണുവിനും മോക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നന്ദു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന ഈ എപ്പിസോഡിൽ പ്രൊമോയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ പതിവില്ലാണ്ട് നമ്മുടെ അനിയെ ഫുഡൊക്കെ കൊടുത്ത് ജ്യൂസ് കൊടുത്തും നമ്മുടെ ജലജ അങ്ങോട്ട് പരിപോഷിപ്പിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും മഹാസംഭവം പറഞ്ഞ സന്തോഷത്തിൻ്റെ ആഘാതത്തിലായിരിക്കും. ജലജയ്ക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ അനിക്ക് ഒരു ജ്യൂസും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കണ സമയത്ത് ജലജയോട് അനി ചോദിക്കുന്നുണ്ട്, എന്താണ് അപ്പച്ചി പതിവില്ലാണ്ട് ഇത്രയും സ്നേഹം? അപ്പച്ചിയും അബിയൊക്കെ സ്നേഹിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ മനസ്സറിഞ്ഞൊന്നും ചെയ്താൽ അത് കുറ്റമായിട്ട് പറയുന്നവരല്ലേ ഇവിടെ ഉള്ളവരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജലജ തടി തപ്പുന്നുണ്ട്. നീ ഇപ്പോൾ അനാമികയെ വിളിക്കാറുണ്ടോ? ഞാൻ എന്തിനു വിളിക്കണം? അപ്പോൾ അവൾ നിന്നെ വിളിക്കാറുണ്ടോ എന്ന് ജലജ ചോദിക്കുകയാണ്. ഞാൻ വിളിച്ചാലും മറ്റും ഞാൻ അവളെ കോൾ എടുക്കാനും പോകില്ല. ഇതിൽ വല്ലതും ചേർത്തിട്ടുണ്ടോ അപ്പച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനി ജ്യൂസിൽ. നീ അങ്ങനെയും പറയാം, അതിൻ്റെ അപ്പുറവും പറയും. ഇതൊക്കെ ചോദിക്കുന്ന തന്നെ എനിക്ക് വിഷമമാണ് കേട്ടോ. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സത്യസന്ധത നിങ്ങളാരും മനസ്സിലാക്കാത്തതിലാണ് ഞങ്ങൾക്ക് വിഷമം, എനിക്കും അബിക്കും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 2 സിപ്പ് എടുത്തിട്ട് അനി അത് തിരിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അബിയും നമ്മുടെ ജലജയും കൂടെ സംസാരിക്കുകയാണ്. ഇപ്പം തന്നെ എന്തായാലും നന്ദു വരും. അപ്പോൾ നമ്മുടെ ജലജയ്ക്ക് കൂടുതലും CI വന്ന് അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അയാൾ എന്തിനാണ് നന്ദുവിനെ അയച്ചതെന്നുള്ളതാണ് ജലജയുടെ ഇത്. അപ്പോൾ നന്ദുവിനെ കൊണ്ടല്ലേ അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടത്, എന്നാലല്ലേ അവനും ഒരു ഇതാവത്തുള്ളൂ. എന്തായാലും CI നീ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയൊന്നും വേണ്ടാന്ന് നമ്മുടെ ജലജ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ അവൻ എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കി നമ്മളടുത്ത് പുറമേ പെരുമാറുന്നതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് നമ്മുടെ ജലജ പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താവും ഏതാവും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. ആ സമയത്താണ് നമ്മുടെ ആരാണ് നമ്മുടെ അനാമികയും വീട്ടുകാരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അനി അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ നന്ദു തന്നെ പോകണുണ്ടല്ലോ, അവൾ തന്നെ പോകണം. കാമുകനെ അറസ്റ്റ് ചെയ്യാൻ കാമുകി പോകുന്നത് ഒരു രസമല്ലേ എന്ന് വേണുവിൻ്റെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ആയിട്ട് ഒക്കെ നിൽക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശി ഇവിടെ ഇല്ല. അവരൊരു ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ അമ്പലങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോയിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനി അനന്തപുരി തറവാട്ടിൻ്റെ ഗേറ്റ് എത്തിക്കഴിഞ്ഞു. എന്നിട്ട് 1 മിനിറ്റ് നിർത്തുമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തുകയാണ്, ജീപ്പ് നിർത്തുകയാണ്. അപ്പോൾ എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ, അല്ല നമ്മൾ പോകണ്ടേ? എനിക്ക് നന്ദുവിന് ആകെ ടെൻഷനാണ്, എങ്ങനെ അവിടെ ഉള്ളവരെ ഫേസ് ചെയ്യും എന്നുള്ളതൊക്കെ ഓർത്തിട്ട് ആകെ ടെൻഷനാണ്. എന്തായാലും പോയാലേ പറ്റുള്ളൂ മേഡം എന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി പോകുമെന്ന് പറഞ്ഞ് കയറുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഫ്രണ്ടിൽ നമ്മുടെ ജാനകി ഇരിക്കുകയാണ്. നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ കയറരുതെന്ന്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടെ എൻ്റെ യൂണിഫോമോട് കൂടി വന്നിരിക്കുന്നത് എൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ്. എന്ത് ഡ്യൂട്ടിയെ എന്നിങ്ങനെ ജാനകി ചോദിക്കുകയാണ്. അത് അപ്പോഴേക്കും അനി കടന്നു വരികയാണ്. കാരണം അനി കണ്ടായിരുന്നു നന്ദു ജീപ്പിൽ വന്നിറങ്ങുന്നത്. അനിയുടെ വിചാരം എന്നാന്ന് വെച്ചാൽ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അനിയെ കാണാൻ വേണ്ടി നന്ദു വന്നു എന്നുള്ളതാണ് അനി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംഭവം അതൊന്നുമല്ല. അപ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എനിക്ക് അനീനെ ഒന്ന് സ്റ്റേഷൻ വരെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സ്റ്റേഷൻ വരെ എന്തിന്? അപ്പോൾ പറയുന്നുണ്ട്, ഇന്ന് ഒരു ചെറിയ പ്രശ്നം അനിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അനാമികയെ ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ കണ്ടപ്പോൾ അനി ഒന്ന് തല്ലി എന്ന് പറയുന്നുണ്ട്. ഞാൻ തല്ലി എന്ന് അനി പറയുന്നുണ്ട്. അപ്പോൾ അത് അവർ ഭയങ്കര രീതിയിൽ ആരോഗ്യ പിടിപാടോടുകൂടി ഒരു വക്കീൽ സഹായത്തോടു കൂടിയൊക്കെ കേസ് കൊടുത്തൊക്കെയാണ് ഇനി. അതുകൊണ്ട് നീ സ്റ്റേഷൻ വരെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ജയനും നമ്മുടെ ജലജയും എല്ലാവരും വരികയാണ്. അപ്പോൾ എല്ലാവരും അപ്പോൾ നമ്മുടെ ദേവയാനിയും വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കണം, എന്താണ് മോളെ? അപ്പോൾ ഇങ്ങനെയാണ് ആൻറ്റി, അനീനെ കൊണ്ടുപോകണം, എനിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവർ ഒരുപാട് മേളിൽ നിന്നുള്ള പ്രഷറോട് കൂടി ഈ കേസ് ഫയൽ ചെയ്തേക്കുന്ന, ജാമ്യം കിട്ടാൻ വരെ വകുപ്പില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. എൻ്റെ മാക്സിമം ഞാൻ നോക്കിയായിരുന്നു ആൻറ്റി ഈ ഒരു അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ
ജാനകി കിടന്ന് ചാടാണ്. ഓ നീ നോക്കും, നീ കുറേ നോക്കും, നിനക്ക് കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നീ നിൽക്കണത്, കണ്ടില്ലേ അവൻ അവളെ കണ്ടോർന്ന് തന്നെ ഇറങ്ങി വന്നിരിക്കുന്നത്. ആ സമയത്ത് ജാനകിക്ക് അത് കുറ്റം പറയാനേ നേരമുള്ളൂ. നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് അനി വന്നത്. നന്ദുവിൻ്റെ അവസ്ഥയും സിറ്റുവേഷനും മരിച്ചില്ല എന്നുള്ള രീതിയിലാണ് നന്ദുവിൻ്റെ സിറ്റുവേഷൻ. അതൊന്നും പറഞ്ഞാൽ ജാനകിക്ക് മനസ്സിലാവില്ല. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആദർശും നയനയൊക്കെ വരെയാണ്. അപ്പം നയന ഓടി വരണം, എന്താ മോളെ നീ ഈ ഡ്യൂട്ടിയിൽ ഇങ്ങനെ യൂണിഫോമോട് കൂടെ വന്നിരിക്കണേ, ചേച്ചി ഇന്നതുപോലെ ഇങ്ങനെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മുടെ അനി ഇങ്ങനെ അനാമികേനെ തല്ലി. അപ്പോൾ ചോദിക്കുന്നുണ്ട് ആദർശ്, നീ തല്ലിയോടാ? ഞാൻ തല്ലിയേട്ടാ, കാരണം എന്നെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു അവളുടെ വായിൽ നിന്ന് മൊത്തം വന്നത്, പിന്നെ എങ്ങനെ തല്ലാണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം നന്ദു ആദർശേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ നോക്കി, പക്ഷേ ഈ അറസ്റ്റ് ഒഴിവാക്കാണ്ടിരിക്കാൻ എന്നെക്കൊണ്ട് ഇനി പറ്റില്ല. കാര്യം നല്ല പ്രഷറോടുകൂടി അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മൂർത്തി മുത്തശ്ശനോട് പറഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടൊന്ന് വിളിപ്പിക്കണം. അതിന് നന്ദു ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊന്നുമില്ല, അവർ ഒരു തീർത്ഥാടന യാത്രയ്ക്കായിട്ട് പോയിക്കുകയാണ്. ഇനി അവരെ കൂടെ വിളിച്ച് ടെൻഷൻ അടിപ്പിക്കേണ്ട. അപ്പോൾ നമ്മുടെ അജയൻ പറയുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്തെങ്കിൽ മോളുടെ ഡ്യൂട്ടി ചെയ്യുമെന്ന് നമ്മുടെ അജയൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ പറയുന്ന സമയത്തും ജാനകി മൊത്തം കുറ്റപ്പെടുത്താണ് നന്ദുവിനെ. എന്നിട്ട് ആദർശിനെ വഴക്ക് പറയുന്നുണ്ട്, നിൻ്റെ അനിയനല്ലേടാ, കണ്ടില്ല ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്, അവൾ മനഃപൂർവ്വം നമ്മളെ ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ അവസരം അവളെ മുതലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഒരു വശത്ത് പെർഫോം ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്റ്റേഷനിൽ നമ്മുടെ സച്ചിദാനന്ദനും നമ്മുടെ സക്കറിയയും കൂടെ ചർച്ച നടത്തുകയാണ്. നമ്മുടെ നന്ദുമേട അവിടെ പോയിട്ടുണ്ടാവുമോ CI സാറേ? പോവാണ്ടിരിക്കാൻ വഴിയില്ലല്ലോ. അല്ല ഇനി ഇവർ പോയി അവിടെ എങ്ങനെയൊക്കെ പോയി തിരിച്ചു പറഞ്ഞ വഴിയൊക്കെ കറങ്ങി എടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതിന് വേറെ പോലീസുകാരും കൂടെ വണ്ടിയിലില്ല, താൻ ഇതെന്തൊക്കെയാണ് സക്കറിയ പറയുന്നതെന്ന് നമ്മുടെ CI സച്ചിദാനന്ദൻ സക്കറിയക്കിട്ട് വഴക്ക് കൊടുക്കുന്നുണ്ട്. സക്കറിയക്ക് ഇങ്ങനെ ഈ കിട്ടുന്ന അവസരം മൂട്ടിക്കൊടുക്കുക എന്നുള്ള ശീലം പണ്ടേ ഉള്ളതാണല്ലോ. അപ്പോൾ ആ അവസരം മൂട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ CI പറയുന്നുണ്ട്, ഇന്ന് രാവിലെ കാര്യം അനിയെ ഞങ്ങൾ കണ്ടതാണ്, അപ്പോൾ ഞാനും നന്ദുവും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അവർ റോഡിൽ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാനാണ് അവരെ ബീച്ച് റോഡിലോട്ട് കൊണ്ടുപോയപ്പോഴാണ് അനിയെ കണ്ടത്. അത് ചിലപ്പോൾ അമ്മയുള്ളത് കൊണ്ട് ചിലപ്പോൾ മാഡം അങ്ങോട്ട് പോകാണ്ട് നിന്നതാണെങ്കിലോ. ഒന്ന് പോടോ, ഇപ്പോഴൊന്നും നന്ദുവിൻ്റെ മനസ്സിലൊന്നും അനിയൊന്നുമില്ല, അവൻ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ, അല്ലാണ്ട് നന്ദുവിൻ്റെ ഉള്ളിലില്ല. നന്ദു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, തനിക്കത് ഇത്രയും നാളായിട്ട് മനസ്സിലായില്ല. എന്നാൽ അത് ശരിയായിരിക്കും സാറേ, ശരിയായിരിക്കും. കാരണം വെച്ചാൽ പുള്ളി ഒന്ന് എറിഞ്ഞു നോക്കി, സംശയത്തിൻ്റെ കണികകൾ CIയുടെ ഉള്ളിലിട്ട് കൊടുത്താലോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സക്കറി എറിഞ്ഞത്. പക്ഷെ അത് ഏറ്റില്ല. കാരണം സച്ചിദാനന്ദ ഒരിക്കലും നന്ദുവിനെ ആ ഒരു കൺസെപ്റ്റ് ആക്കി ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ നന്ദുവിൻ്റെ ആ ഒരു ക്യാരക്ടർ കൃത്യമായിട്ട് അറിയാം സച്ചിദാനന്ദന്. അങ്ങനെ ഇങ്ങനെ ഒരു ബാഡ് ഇതിലൊന്നും വീഴുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നന്ദു എല്ലാവരെയും മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ഇത് ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നിട്ട് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് നയനേച്ചി, പക്ഷേ എന്താ ചെയ്യുക, ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഡ്യൂട്ടി അതായിപ്പോയി, എനിക്കിത് തടയാൻ മോളെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നയനെ ചോദിക്കുന്നുണ്ട്. ഇല്ല നയനേച്ചി, ഞാൻ എൻ്റെ മാക്സിമം നോക്കിയതാണ്, ഈ അറസ്റ്റിന് എന്നെ വിടാണ്ടിരിക്കാൻ വരെ ഞാൻ ശ്രമിച്ചതാണ്, പക്ഷേ CIയുടെ ഓർഡർ നീയും നിൻ്റെ CA ഒക്കെ ചേർന്ന് നടത്തുന്ന നാടകങ്ങളാണെന്ന് എനിക്കറിയാടി എന്ന് നമ്മുടെ ജാനകി പറയുന്നുണ്ട്. നന്ദു അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ അജയനും ജയനും ഒക്കെ നമ്മുടെ ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക. അതിൻ്റെ ഇടയിൽ ജലജ പറയുന്നുണ്ട്, കണ്ടില്ല അവളുടെ അഹങ്കാരം, എവള് കാണിക്കുന്നതൊക്കെ മിക്കവാറും എവനും കൂടെ തമ്മിലുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കും. ആരൊക്കെ CIയും നന്ദുവും കൂടെ തമ്മിൽ ഉള്ള ഓരോ ഇതൊക്കെ ആയിരിക്കും ഈ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നത്. കണ്ടില്ലേ നമ്മുടെ അനിയനെ പിടിച്ചുകൊണ്ട് പോയത് കണ്ടില്ലേ? അപ്പോഴേക്കും അജയൻ വഴക്ക് കൊടുക്കുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നിൻ്റെ ചെകിട് ഞാൻ അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞ നമ്മുടെ അജയൻ ഒച്ചയെടുക്കുന്നുണ്ട് നമ്മുടെ ജലജയോട്. അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവിടെ ഓരോരുത്തന്മാർ കാണിക്കണേ, ചേട്ടനും അനിയനും കാണിക്കണേനൊന്നും കുഴപ്പമില്ല, എൻ്റെ മോൻ്റെ മെക്കിട്ട് കയറാനാണ് ഓരോരുത്തർക്കും ഇവിടെ ധൃതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അത് ആ ഒരു സീൻ അവിടെ തീരാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നന്ദു അനീനെയും കൊണ്ട് ജീപ്പിലോട്ട് കയറി കടന്ന് സ്റ്റേഷനിലോട്ട് പോകുന്ന സീനോടുകൂടി ഇന്നത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ വൺ ട്വിസ്റ്റുകളാണ് ഇനി നമ്മുടെ പത്രമാറ്റ് സീരിയൽ വരാനിരിക്കുന്നതെന്ന് നമുക്ക്
നോക്കാം. എന്തായാലും വളരെ ഒരു ട്വിസ്റ്റ് സീനുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രൊമോ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ബൈ ബൈ.